വിയറ്റ്നാമിലുണ്ടായ ബോട്ട് അപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ ദമ്പതികളുടെ സംസ്കാര ചടങ്ങ് ഇന്ന് നടക്കും. വിക്ടറി വ്യവസായ ഗ്രൂപ്പ് ഉടമ എ.സി. തോമസിന്റെയും ഭാര്യ ലൗനി തോമസിന്റെയും മൃതദേഹങ്ങൾ ഇന്നലെയാണ് നാട്ടിലെത്തിച്ചത്. ഇന്ന് രാവിലെ 10 മണി മുതൽ ജൂബിലി മന്ദിര ചാപ്പലിൽ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 3:30 കൊട്ടാരക്കര മാർത്തോമ പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ. അനൽക സെയ്ദ് വിവരങ്ങൾ നൽകും. അനൽക, ഒരു ദാരുണമായ അപകടം, അതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഇടപെടലുകളോടെയൊക്കെയാണ് അവരുടെ മൃതദേഹമൊക്കെ നാട്ടിലെത്തിച്ചതിന് സംസ്കാര ചടങ്ങുകളൊക്കെ ഇന്ന് നടക്കുകയാണ്. അപ്പോൾ രാവിലെ മുതൽ എന്തൊക്കെയാണ് ചടങ്ങുകൾ, മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ജിൽസി, അതായത് ഈ വിയറ്റ്നാമിലുണ്ടായ ബോട്ട് അപകടവുമായി ബന്ധപ്പെട്ട് അതിൽ മരിച്ച 2 മലയാളികളുടെ ചടങ്ങുകൾ, അതായത് ഇതുമായി ബന്ധപ്പെട്ട സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകിട്ട് 3:00 കൂടി നടക്കും. അതായത് ഇന്നലെ രാവിലെ, അതായത് 11:00 കൂടിയിട്ട് തന്നെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് ഇരുവരുടെയും, അതായത് എ.സി. തോമസിൻ്റെയും ലെവേനി തോമസിൻ്റെയും മൃതദേഹങ്ങൾ ഇന്നലെ തന്നെ എത്തിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം അത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. ഇന്ന് രാവിലെ 10 മണി മുതൽ പൊതുദർശനം ആരംഭിക്കും. അതായത് കൊട്ടാരക്കര ജൂബിലി മന്ദിരത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട പൊതുദർശന ചടങ്ങുകളൊക്കെ തന്നെ ക്രമീകരിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഏകദേശം 10 മണിയോട് കൂടിയിട്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പൊതുദർശന ചടങ്ങുകൾ ആരംഭിക്കും. അതോടൊപ്പം തന്നെ കൃത്യം 3 മണിക്ക് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ശുശ്രൂഷ ചടങ്ങുകളും ആരംഭിക്കും. ഇതുമായി ഈ പ്രധാനപ്പെട്ട പുരോഹിതന്മാർക്ക് തന്നെ ഇതിന് നേതൃത്വം നൽകുകയും ചെയ്തു. അതിനുശേഷം 3:00 കൂടിയിട്ടാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിനുശേഷം തന്നെ ഈ അവിടെ കൊട്ടാരക്കര മാർത്തോമ പള്ളിയിലാണ് ഈ മറ്റ് ചടങ്ങുകളൊക്കെ തന്നെ നടക്കുകയും ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതാണ് ബന്ധുക്കളൊക്കെ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്നലെ 11:00 കൂടിയിട്ടാണ് മൃതദേഹം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. ഇതിൽ ഈ നോർക്കടക്കം മുഖ്യമന്ത്രി അത്തരത്തിൽ നിർദ്ദേശം നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണവും ഒരുക്കാൻ, അതായത് എല്ലാ നടപടികളും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ തന്നെ നോർക്ക ഉൾപ്പെടെ മുഖ്യമന്ത്രി ഈ അപകടം നടന്ന പശ്ചാത്തലത്തിൽ തന്നെ ഇതിൻ്റെ നിർദ്ദേശം നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മൊബൈൽ നിർമ്മാണ കമ്പനിയായിട്ടുള്ള ലാവയുടെ ഒരു ലാവയാണ് ഇത്തരത്തിൽ ഈ ദമ്പതികളെ അടക്കം ഇത്തരത്തിൽ ഈ ടൂറിൻ്റെ ഭാഗമായി കൊണ്ടുപോയിട്ടുള്ളത്. അതായത് 15 പേരാണ് ഇത്തരത്തിൽ ഈ ബോട്ട് അപകടത്തിൽ മരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ബോട്ട് അപകടത്തിൽ മരിച്ചവർക്ക് ഈ മൊബൈൽ കമ്പനി ഇത്തരത്തിൽ നഷ്ടപരിഹാരം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ കൊടിക്കുന്നിൽ സുരേഷ് MP ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുള്ളത് ഈ ബോട്ട് അപകടത്തിൽ ഒരു വിശദമായ അന്വേഷണത്തിന് തയ്യാറാണ്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിയറ്റ്നാമിലെ ഇന്ത്യൻ കോൺസുലേറ്റുമായി അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇത്തരത്തിൽ അതിന് കൂടുതൽ കാര്യങ്ങൾ അറിയിക്കാമെന്നാണ് കോൺസുലേറ്റിൻ്റെ ഭാഗത്തു നിന്നും ഈ MP കൂടിയായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷിന് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൊട്ടാരക്കര സ്വദേശികളായിട്ടുള്ള ദമ്പതികളുടെ സംസ്കാര ചടങ്ങുകൾ പൊതുദർശനവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളൊക്കെ തന്നെ 10 മണിക്ക് ആരംഭിക്കുകയും ചെയ്യും.